പ്രിയമുള്ള സഹോദരൻ, അസ്സലാമു അലൈക്കും. ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസ് മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സർറഹു അൻ യസ്തജീബ അല്ലാഹു ഇൻദ ശദാഇദ്, നിങ്ങളുടെ ദുരിത സമയങ്ങളിൽ നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫയുക്സിറു ദുആ ഇൻദ റഖാ, നിങ്ങൾക്ക് ദുരിതങ്ങളില്ലാത്ത ജീവിത സുഭിക്ഷതയിൽ അല്ലാഹുവിനെ കൂടുതൽ സ്മരിക്കുകയും ചെയ്യുക. ഇതാണ് ഹദീസിന്റെ ആശയം. വിശുദ്ധ ഖുർആൻ സാധാരണ മനുഷ്യരുടെ ഒരു ദൗർബല്യമായി പരിചയപ്പെടുത്തിയത്, മനുഷ്യർ എപ്പോൾ ദുരിതങ്ങൾ ബാധിക്കുമ്പോൾ അപ്പോൾ മാത്രമേ അല്ലാഹുവിനെ ഓർക്കുകയും അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതൊരു വിശ്വാസിക്ക് പാടില്ല. ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വരുമ്പോൾ അല്ലാഹുവിനെ ഓർക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. എന്നാൽ അതെല്ലാം മാറി ജീവിതത്തിലെ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഉള്ളപ്പോൾ അല്ലാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം വിശ്വാസികൾക്ക് പാടില്ല. നബി പറയണം, നിങ്ങൾക്ക് ദുരിതങ്ങളുള്ള നിങ്ങൾക്കൊരു കഷ്ടപ്പാടിന്റെ സമയത്ത് നിങ്ങൾ നടത്തുന്ന ദുആ അല്ലാഹു സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ദുരിതങ്ങളില്ലാത്ത ഐശ്വര്യങ്ങളുള്ള അനുഗ്രഹങ്ങൾ നിറഞ്ഞ സമയത്ത് കൂടുതൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ദുരിത സമയത്ത് അല്ലാഹു നമ്മളെ കണ്ടറിഞ്ഞ് സഹായിക്കുമെന്നാണ്. അപ്പൊ നമുക്ക് പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ആ സമയവും സാഹചര്യവും ഒക്കെ കൂടുതൽ അല്ലാഹുവിനെ ഓർക്കുവാനും അല്ലാഹുവിലേക്ക് അടുക്കുവാനും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ദുരിതത്തിന്റെ സമയത്ത് അല്ലാഹു നമ്മൾ ദുആ ചെയ്തില്ലെങ്കിലും നമ്മളെ കണ്ടറിഞ്ഞ നല്ല സാഹചര്യത്തിൽ അല്ലാഹുവിനെ ഓർത്തു പ്രാർത്ഥിച്ചു എന്നതിന്റെ പേരിൽ നമ്മുടെ കഷ്ടപ്പാടിന്റെ സമയത്ത് അല്ലാഹു നമ്മൾ കൂടുതൽ നമ്മെ സഹായിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് വിശ്വാസികളുടെ നിലപാട്. ആദ്യം നേരെ തിരിച്ചു പറഞ്ഞത് അത് അവിശ്വാസികളുടെ നിലപാടാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. ദുരിതങ്ങൾ വരുമ്പോൾ മാത്രം ഓർക്കുക, അത് അവിശ്വാസ നിലപാടാണ് എന്നാണ് ഖുർആൻ പറ്റിയത്. അതുകൊണ്ട് നമുക്ക് നല്ല സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ അല്ലാഹുവിനെ കൂടുതൽ അടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറാൻ.